പ്രൈസ് ഗാഡ്. മക്കളെ സുഖമാണോ? സന്തോഷമാണോ? ഓക്കെ, ഇന്നൊരു വെറൈറ്റി ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്, കുംഭസാരം. ഓക്കെ, ചിലർക്ക് ഒരു ധാരണയുണ്ട്, എന്തിനാ എപ്പോഴും കുംഭസാരിക്കണേ, അതിൻ്റെ ആവശ്യമുണ്ടോ? വല്ലപ്പോഴും പോയി കുംഭസാരിച്ചാൽ പോരെ? ഈ മാസത്തിൽ ആഴ്ചയിൽ പോയി കുംഭസാരിക്കേണ്ടത് ആവശ്യതയുണ്ടോ? ഒരു വൈദികൻ്റെ കാതിൽ പോയി പറയണം, മോശമില്ലേ? പിന്നെ വേറൊരു കാര്യം ചിന്തിക്കുമ്പോൾ, നമ്മൾ കൊലപാതകം ചെയ്യുന്നുണ്ടോ? ഇല്ല. വ്യഭിചാരം ചെയ്യുന്നില്ല, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നില്ല, നമ്മൾ വലിയ പ്രശ്നങ്ങളൊന്നും തിന്മകളൊന്നും ചെയ്യുന്നില്ല. അങ്ങനെയെങ്കിൽ വല്ലപ്പോഴും പോയി കുമ്പസാരിച്ചാൽ പോരെ അല്ലേ? ഇതൊക്കെ ഒരു സംശയമാണ്, ഒരു ചോദ്യമാണ്. എല്ലാവർക്കും ഇല്ലെങ്കിലും ചിലർക്കെങ്കിലും വല്ലപ്പോഴും തോന്നാവുന്ന ഒരു സംശയം. വിചാരിക്കുക, സിസ്റ്റർ ഒരു കഥ പറഞ്ഞുതരാം. കഥ പറഞ്ഞതിലൂടെ ചിലപ്പോൾ വേഗത്തിൽ മനസ്സിലാകും. കഥയ്ക്ക് മുമ്പ് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് എത്ര കൂദാശകളുണ്ട്? 7 അല്ലേ? 7 കൂദാശകളുണ്ട്. ഈ 7 കൂദാശയിൽ വിശുദ്ധ കുർബാനയും വിശുദ്ധ കുംഭസാരവും സ്പെഷ്യലാണ്. എന്ന് പറഞ്ഞാൽ മറ്റു കൂദാശകളിലൂടെ ദൈവത്തിൻ്റെ കൃപ ലഭിക്കുമ്പോൾ, വിശുദ്ധ കുർബാനയിലൂടെ കുംഭസാരത്തിലൂടെ ദൈവം നമ്മുടെ അടുത്തേക്ക് വരുന്നു, നമ്മളോട് സംസാരിക്കുന്നു. വിശുദ്ധ കുർബാനയിലാണ് ആ ദൈവം, ആ കൃപ ചൊരിയുന്ന ദൈവം നമ്മുടെ ഭാഗമായി മാറുന്നു. കുംഭസാരം 1 ഡിസ്റ്റൻസ് പോലും അല്ല, ഒരു ഒത്തിരി അകലത്ത് നമ്മളോട് കാതിൽ നമ്മളോട് സംസാരിക്കുക. അങ്ങനെ ദൈവം അടുത്തു വരുന്ന കൂദാശകളാണ്. അതാണ് ഈ 2 കൂദാശകളെയും മറ്റു കൂദാശകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഓക്കെ, ഇനി കഥയിലോട്ട് വരാം. വിചാരിക്കേട്ടാ, ചിന്തിക്കുക. ഒരു ഗുരു, ഒരു സന്യാസി നല്ല പ്രാർത്ഥിച്ച് ധ്യാനിച്ച് നടക്കുന്ന ദൈവത്തോട് അടുപ്പമുള്ള ഒരു ഗുരുവിന് 2 ശിഷ്യന്മാരുണ്ടായിരുന്നു. എത്ര ശിഷ്യന്മാരാ? 2. ഓക്കെ, 2 ശിഷ്യന്മാരുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 ശിഷ്യന്മാരും ഒരു ദിവസം ഗുരുജിയുടെ അടുത്ത് വന്ന് പറയും, ഗുരുവേ, ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി, ഞങ്ങൾ പാപം ചെയ്തു പോയി, ഞങ്ങളിനിപ്പോൾ എന്താ ചെയ്യുക, ഭയങ്കര അസ്വസ്ഥതയാണ്, ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഗുരുവിൻ്റെ അടുത്ത് പറയും. അപ്പോൾ ഗുരു പറയും, ഓക്കെ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ, എന്നാൽ നിങ്ങളുടെ പാപത്തിൻ്റെ വലിപ്പമനുസരിച്ച് കല്ലുകൾ ശേഖരിച്ചു കൊണ്ടുവരാൻ പറയും. ഓക്കെ, നിങ്ങളുടെ പാപത്തിൻ്റെ വലിപ്പമനുസരിച്ച് അതിന് ആനുപാതികമായിട്ടുള്ള കല്ലെടുത്തിട്ട് വരാൻ പറയും. അപ്പോൾ ഇവർ രണ്ടുപേരും ഓക്കെ സെറ്റ് ഡൺ എന്ന് പറഞ്ഞ് പോയി. അപ്പോൾ ഒന്നാമനാണെങ്കിലോ 2 വലിയ പാറക്കല്ലുകൾ പോലെയുള്ള വലിയ കല്ല് എടുത്ത് ഇങ്ങനെ കഷ്ടപ്പെട്ട് ചുമന്ന് വേർത്ത് കുളിച്ച് കൊണ്ടുവന്ന് വെക്കും. രണ്ടാമനാണെങ്കിൽ ഒരു സഞ്ചി എടുത്ത് കുറേ കുഞ്ഞി കല്ലുകൾ, തോട്ടത്തിൽ നിന്ന് കുറച്ച് കല്ല്, പുഴയരികത്ത് നിന്ന് കുറച്ച് കല്ല്, പൂന്തോട്ടത്തിൽ നിന്ന് കുറച്ച് കല്ല്, അങ്ങനെയൊക്കെ കുഞ്ഞു കല്ലുകൾ പെറുക്കി ഒരു സഞ്ചിയിൽ പിടിച്ചുകൊണ്ട് വരും. അപ്പോൾ ഈ ഗുരുജി 2 പേരുടെ അത് കാണും. കണ്ടിട്ട് പറയും, ഓക്കെ ഇനി നിങ്ങൾ പോയി എടുത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇടാൻ പറയും. അപ്പോഴ് ആദ്യത്തെ ആൾ വിചാരിക്കും, ദൈവമേ, ഈ ഭാരപ്പെട്ട കല്ല് ഇനി ഞാൻ ചുമന്നുകൊണ്ട് പോകണ്ടേ? പക്ഷെ അദ്ദേഹം ഗുരു പറഞ്ഞതുപോലെ ഈ 2 കല്ലുകൾ വീണ്ടും വളരെ കഷ്ടപ്പെട്ട് വേർത്ത് ആ എടുത്ത സ്ഥലത്തിൽ കൊണ്ടുപോയി വെക്കും. ഈ രണ്ടാമൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കേ. പുള്ളിക്ക് തന്നെ മറന്നുപോയി, ഇത് എവിടെ നിന്നൊക്കെയാണ് എടുത്തത്, ഏതൊക്കെ കല്ലുകളാണ് തോട്ടത്തിൽ നിന്ന് എടുത്തത്, പുഴയരികത്തിൽ നിന്ന് എടുത്തത്, പിന്നെ പറമ്പിൽ നിന്ന് എടുത്തത്, ഒരു പിടുത്തവും ഇല്ല. അങ്ങനെ സ്തബ്ധനായി നിൽക്കുന്നു. അപ്പോൾ ഇതാണ് ചെറിയ പാപം. മാരക പാപം ചെയ്തവർക്ക് കുറ്റബോധം വരും. ഓക്കെ, തെറ്റ് ചെയ്തതിൻ്റെ ഒരു ഗിൽട്ട് കോൺഷ്യസ് വരും. എന്നാൽ കുഞ്ഞു പാപം ചെയ്തവർ വിചാരിക്കും നമ്മൾ നീതിമാന്മാരാണ്, നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് നീതീകരിക്കും, വിധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ അഭിഷേകം കിട്ടുന്നത് ആർക്കാ? വലിയ പാപം ചെയ്തവന് കുറ്റബോധം വന്നു, ക്ലാരിറ്റി ഉണ്ട്. ഓക്കെ, ഇന്ന പ്രശ്നമാണ് ഞാൻ ചെയ്തത്, ഇന്ന തിന്മയാണ് ചെയ്തത്. അവൻ അത് ഏറ്റുപറഞ്ഞ് അനുദപിച്ച് അവൻ്റെ മാമോദീസയിലൂടെ കിട്ടിയ കുപ്പായം ക്ലീൻ ആക്കുന്നു. ഇനി രണ്ടാമത്തെ ആളോ, അല്ല ഞാൻ ഓക്കെയാണ്, എനിക്കൊരു പ്രശ്നമില്ല, നമുക്ക് അത്ര വലിയ പാപമൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ന്യായീകരിച്ച് നീതീകരിച്ച് പോവും. അപ്പോൾ അവിടെ അഭിഷേകം ഉണ്ടോ? ഇല്ല. അപ്പോൾ അതാണ് ചെറിയ പാപവും വലിയ പാപവും. അപ്പോൾ ഏത് കുഞ്ഞു പ്രോബ്ലംസ് മതി നമ്മുടെ അഭിഷേകത്തിൻ്റെ ഒഴുക്ക് തടയാൻ. ഒക്കെ ഒരു കുഞ്ഞുമക്കൾക്ക് മനസ്സിലാൻ വേണ്ടി വേറൊരു സിമ്പിൾ എക്സാമ്പിൾ. നമ്മുടെ വീട്ടിൽ വാട്ടർ ടാങ്ക് ഉണ്ടോ? സിൻടെക്സ് ടാങ്ക് പോലെ വാട്ടർ ടാങ്ക് ചിലപ്പോഴൊക്കെ ടെറസിൻ്റെ മുകളിലൊക്കെ വെച്ചേക്കും. കറുത്ത കളർ വെളുത്ത കളറിലെ ടാങ്ക്. ഈ ടാങ്ക് നിറയെ വെള്ളമാണ്. ഓക്കെ, അമ്മ പമ്പ് ചെയ്ത് എല്ലാം നിറച്ചിട്ടിട്ടുണ്ട്. പക്ഷേ
നമ്മുടെ പൈപ്പ് വഴി വെള്ളം വരുന്നില്ല, അടുക്കളയിലെ ടാപ്പ് തുറന്നു സംഭവം വരുന്നില്ല. അപ്പം പല കാര്യങ്ങളും ബുദ്ധിമുട്ടാവില്ലേ? അപ്പം അമ്മ അവിടെ തട്ടി നോക്കി, ചെയ്ത് നോക്കി, വെള്ളം ടാങ്ക് പോയി നോക്കി, എല്ലാം സെറ്റാണ്, വെള്ളം വരുന്നില്ല. അപ്പം എന്നാ ചെയ്യണ്ടേ? അപ്പം പപ്പ വീട്ടിൽ വന്നപ്പോൾ എന്നാ ചെയ്തു, പ്ലെയർ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, അതെടുത്ത് തിരുക്കി അതിൻ്റെ താഴ്ഭാഗത്തുള്ള ഒരു സാധനം ഇങ്ങനെ എടുത്തു. അപ്പോൾ കുറച്ച് പൊടികളും ഒരു 2 കല്ലും, കുഞ്ഞിക്ക കല്ല് ഇരിക്കുന്നു, തട്ടിക്കളഞ്ഞ് വെള്ളം കഴുകി അത് ടാപ്പ് പിടിപ്പിച്ചു, വെള്ളം എന്ന് പറഞ്ഞു വരും അല്ലേ? അതുപോലെ വലിയ വലിയ പ്രശ്നങ്ങൾ വേണ്ട, നമുക്ക് കൃപ തടയുന്നത്, അഭിഷേകം കുറയ്ക്കുന്നത് കുഞ്ഞു പാപങ്ങളായിരിക്കും. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കുമ്പസാരിക്കണം. നമുക്ക് അവസരം കിട്ടുമ്പോൾ ഒക്കെ ഓടിപ്പോയി കുമ്പസാരിക്കണം. കാരണം മാമോദീസയിലൂടെ നമുക്ക് ക്രിസ്ത്യാനിക്ക് ഒരു വെള്ളക്കുപ്പായം കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സ്വന്തം മക്കളായി മാറുന്നത് വിശുദ്ധ ജ്ഞാനസ്നാനത്തിലൂടെ. ജ്ഞാനസ്നാനം എന്ന കൂദാശയിലൂടെ നമുക്ക് മെമ്പർഷിപ്പ് കിട്ടി, തമ്പുരാൻ നമ്മുടെ സ്വന്തം അപ്പനായി മാറി. ഇനി ആ കുപ്പായത്തിൽ പാപങ്ങൾ നമ്മുടെ ചിന്തയിലൂടെ, വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ ചെയ്യുമ്പോൾ അത് കറ പുരളും. ഉദാഹരണത്തിന് സിസ്റ്ററിൻ്റെ ഡ്രസ്സ് എന്താ? വെള്ളക്കുപ്പായല്ലേ, നല്ല ഭംഗിയുള്ള. ഇതിൽ അഴുക്ക് വല്ലതും ഉണ്ടോ? കാണാൻ പറ്റുന്നില്ല, ഇച്ചിരിയൊക്കെ മെനയുണ്ടല്ലേ, നല്ല ഭംഗിയുണ്ട്. ഈ വെള്ളക്കുപ്പായത്തിൽ കുറച്ച് മീൻചാറ് കഴിക്കുമ്പോൾ കുറച്ച് മീൻചാറ് ഒഴുകി പ്രശ്നമായി. പിന്നെ എന്താണ്, അങ്ങനെ കറി പ്രശ്നമായി. പിന്നെ എന്താ, വണ്ടിയിലിരുന്ന് കുറച്ച് കീല് പ്രശ്നമായി. പിന്നെ എന്താ, ചെളിയൊക്കെ പുരണ്ടു, ഇങ്ങനെയൊക്കെ പ്രശ്നമായി. കുറച്ച് ഉജാല വീണു, കുറച്ച് ഇതേണ്ട ഈ പെന്നൊക്കെ ഇട്ട് ഇവിടെയൊക്കെ വരച്ച് വെച്ചാൽ പ്രശ്നമില്ല. അപ്പം ഇതിൻ്റെ ഭംഗി പോകുമ്പോൾ സിസ്റ്റർ നാളെ ഒരു പ്രോഗ്രാമിന് പോകുമ്പോഴോ അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ ഈ ചീത്തയായ കറിയും വീണ് ചെളിയും പിടിച്ച് ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുമോ? ഇല്ല അല്ലേ? സിസ്റ്റർ ഉള്ളതിൽ നല്ല ബെസ്റ്റ് ഇട്ടുകൊണ്ട് പോകും. അപ്പം ഇത് മാറ്റി വെക്കും. പക്ഷെ ഇതിന് നല്ലതാണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ്, തുണിയൊക്കെ നല്ലതാണ്. പക്ഷെ ഈ കറി വൃത്തികേടായതുകൊണ്ട് നമ്മൾ പുറത്തിടുന്നില്ല. അപ്പോൾ അതിനെ വൃത്തിയാക്കാൻ എന്ത് ചെയ്യും? സിസ്റ്റർ നല്ല അലക്കാൻ പറ്റിയ സോപ്പിട്ട് ഉരച്ച് തേച്ച് കഴുകുമ്പോൾ അടുത്ത ദിവസം അത് ഉണക്കി ഇട്ട് തേച്ച് മിനുക്കി സെറ്റാക്കി ഇതുപോലെ ഇട്ടുകൊണ്ട് വരും അല്ലേ? അതുപോലെ നമ്മുടെ ആത്മാവാണ് പാപം ചെയ്യുമ്പോൾ കറ പുരളുന്നത്. അപ്പോൾ അതിനുള്ള ബെസ്റ്റ് മരുന്ന് അല്ലെങ്കിൽ ബെസ്റ്റ് ഔഷധം എന്ന് പറയുന്ന കുമ്പസാരത്തിലൂടെ നമ്മൾ പാപക്കറകളെല്ലാം കഴുകുന്നു. അനുതാപത്തിലൂടെ ഈശോയുടെ ചെവിയിൽ വൈദികനിലൂടെ നമ്മളിങ്ങനെ ഏറ്റു പറയുമ്പോൾ പാപങ്ങളെല്ലാം പോയി കഴുകി, അപ്പം പശ്ചാത്തപിച്ച് പാപപരിഹാരം ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ മക്കളെ ഇതുപോലെ ഇതിനെക്കാട്ടിലും ശുദ്ധമായിട്ടുള്ള ഹൃദയമായി മാറും, ആത്മാവായി മാറും. ഓക്കെ, ശരിക്കും പറയുന്നത് എന്നാണെന്നറിയാവോ? ഒരു കുമ്പസാരിച്ച് പാപപരിഹാരം ചെയ്ത് വരുന്ന ഒരു കുഞ്ഞിനെ കണ്ടാൽ ഇപ്പം മാമോദീസ സ്വീകരിച്ച ഒരു കുഞ്ഞിനെ പോലെ ഇരിക്കും. അത്ര തിളക്കവും അത്ര അഭിഷേകവുമായിരിക്കും. അതുപോലെ തന്നെ ഒരു കുമ്പസാരം കഴിഞ്ഞ് വരുന്ന ഒരു കുഞ്ഞിനെ നോക്കിയാൽ ഒരു മാലാഖയുടെ തിളക്കം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു മാലാഖ എന്ന് പറയുമ്പോൾ എന്ത് ഗ്രേസ്ഫുൾ ആയിരിക്കും അല്ലേ, പ്രസന്നമായിരിക്കും. അതുപോലെയാണ് വിശുദ്ധ കുമ്പസാരം കഴിഞ്ഞ് വരുന്ന ഒരു കുഞ്ഞിനെ. അതുകൊണ്ട് എൻ്റെ മക്കളെ, നിങ്ങൾ കുമ്പസാരത്തിന് പോകാൻ പറയുമ്പോൾ മടി കാണിക്കുമോ? അല്ല, പോണ്ട, പിന്നെ ആകട്ടെ എന്ന് പറയോ? ഇല്ല, അവസരം കിട്ടുമ്പോഴൊക്കെ ഓടി പോകണം. അങ്ങനെ ഒരു തോന്നലില്ലെങ്കിൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ മതി. പരിശുദ്ധാത്മാവ് നമുക്ക് ആ ആഗ്രഹം ഉള്ളിൽ ജനിപ്പിക്കും. സിസ്റ്റർ ഒരു കഥ പറഞ്ഞു തന്നാലോ? ഒരു കിടിലനൊരു സൂപ്പർ കഥയുണ്ട്, പറയട്ടെ? എനിക്ക് കഥ പറഞ്ഞ് നമുക്ക് നിർത്താം. മക്കളെ, ഒരിക്കലും ഒരു ചേട്ടായി ഉണ്ടായിരുന്നു. ചേട്ടായി ഭയങ്കര ആഗ്രഹമുള്ള ചേട്ടായിയാണ്. ലോകത്തിൽ ജീവിക്കണം, മറ്റുള്ളവരുടെ അടുത്ത മുമ്പിൽ നന്നായി നടക്കണം, കുറച്ച് പ്രൗഢഗംഭീരമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചേട്ടൻ. കുറച്ച് മസിലൊക്കെ വേണം, പിന്നെ എന്താ, ലോകത്തിൽ പോകുമ്പോൾ കുറച്ച് കാശൊക്കെ വേണം, നല്ലൊരു സ്റ്റാൻഡേർഡ് ജോലി വേണം, സമ്പത്ത് വേണം, പിന്നെ കുറച്ച് കുഞ്ഞുങ്ങളും ഭാര്യയൊക്കെ വേണം. അങ്ങനെയൊക്കെ ഭയങ്കര സ്വപ്നങ്ങളൊക്കെ ഉള്ള ആളായിരുന്നു, ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഒരു ദിവസം ഈ ചേട്ടൻ ഇങ്ങനെ ആഗ്രഹിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വരും. ആരെന്നറിയാമോ? ഒരു സ്പെഷ്യൽ ആളാണ്. സാത്താൻ വരും. സാത്താൻ, ഓക്കെ, പിശാച് വരും. പിശാച് വന്നിട്ട് ഈ ചേട്ടൻ്റെ കൂടി പറയും. പിശാചിൻ്റെ രൂപത്തിലും ഭാവത്തും ഒന്നുമില്ല, നല്ല ക്യൂട്ടായിട്ടാണ് വരുന്നത്. പറ്റിക്കാൻ വേണ്ടി പല രൂപവും എടുക്കുമല്ലോ അല്ലേ? അപ്പോൾ ഈ പിശാച് വന്നിട്ട് പറയും, ഹലോ ചേട്ടാ, നിങ്ങളുടെ ആഗ്രഹം ഞാൻ മനസ്സിലാക്കുന്നു, നിങ്ങൾക്ക് ഞാൻ തരാം. നിങ്ങൾക്ക് എന്തൊക്കെ വേണം, കാറ് വേണോ, ബംഗ്ലാവ് വേണോ, ഭാര്യ വേണോ, കുഞ്ഞുങ്ങൾ വേണോ, എന്ത് വേണോ ഞാൻ തരാം. പക്ഷെ ഒരു കണ്ടീഷനേ ഉള്ളൂ, ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, നിങ്ങളുടെ ഹൃദയം എനിക്ക് തരണം.
അപ്പം ആ തേച്ചിട്ട് അതൊന്നും നടക്കില്ല, അതൊന്നും ശരിയാകത്തില്ല, പറ്റത്തില്ല. പിന്നെ അങ്ങനെ ഇങ്ങനെ. പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേണം. ഞാൻ എത്ര ശ്രമിച്ചിട്ടും നടക്കാത്തതാണ് ഈ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് കിട്ടുവാണെങ്കിൽ എന്ത് രസം അല്ലേ? അപ്പോൾ ഈ പുള്ളി ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, എന്ത് സൊല്യൂഷൻ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചിന്തിച്ചാലോചിച്ചിട്ട് പുള്ളിക്ക് ഒരു ഐഡിയ കിട്ടി. അയാൾ പറയും, ഓക്കെ എഗ്രി ചെയ്യാം, പക്ഷേ എനിക്കും ഒരു കണ്ടീഷനുണ്ട്. സാറിനൊരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ എനിക്കും ഒരു കണ്ടീഷനുണ്ട്. അവൻ പറയും, മരിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് എന്നെ അറിയിക്കണം, എൻ്റെ മരണം അറിയിക്കണം. കാരണം പുള്ളി ക്രിസ്ത്യാനിയാണ്, പുള്ളിക്കറിയാം അനുദപിക്കുന്ന പാപിയെ ദൈവം ചേർത്ത് പിടിക്കും. അപ്പം പ്രശ്നമില്ലല്ലോ, മരിക്കുന്നതിന് മുമ്പ് 1 മണിക്കൂർ കട്ടപ്രാർത്ഥന അനുതാപം, സ്വർഗം നമുക്ക് നല്ല കള്ളനെ പോലെ സ്വന്തമാക്കാം. അപ്പോൾ ഈ പുള്ളി ഈ ഐഡിയ പിശാചിനോട് പറയുന്നു. പിശാച് ഒന്ന് ഡൺ, എഗ്രി, ഡീൽ. ഓക്കെ, ഡീൽ നോ ഡീൽ. അപ്പം ഡീൽ അടിച്ചു. ഓക്കെ, അപ്പം പിശാചും വാക്ക് പറഞ്ഞാൽ മാറ്റത്തില്ല. അവൻ പോയി, ഇദ്ദേഹം ചേട്ടായി ആഗ്രഹിച്ചതുപോലെ എല്ലാം കിട്ടി, അങ്ങനെ സമ്പന്നനായിട്ട് സമൃദ്ധിയിൽ അങ്ങനെ ജീവിക്കുകയാണ്. കാലങ്ങൾ കടന്നുപോയി. ഓക്കെ, കാലാവസ്ഥയും മാറി. ഈ പുള്ളി ഒരു ദിവസം രാത്രി ഉറങ്ങുമായിരുന്നു. ഓക്കെ, 12-1 മണിയൊക്കെ കഴിയുമ്പോൾ നമ്മൾ അങ്ങനെ ഡീപ്പ് സ്ലീപ്പ് ആവുമല്ലോ, നല്ല ഉറക്കമായിരിക്കും. അങ്ങനെ ഉറങ്ങുമ്പോൾ പിശാച് ഒന്ന് തട്ടി വെക്കും. ഡോ എണീക്കെന്ന് പറഞ്ഞ് തട്ടി ഉണർന്നത്. അപ്പോൾ കണ്ണൊക്കെ അവ ഇച്ചിരി ചുമയൊക്കെ വന്നു. അതിങ്ങനെ ചുമച്ച് വെള്ളമൊക്കെ കുടിച്ച് അത് കഴിഞ്ഞിട്ട് കണ്ണ് തിരുമ്മി ചോദിക്കും, എന്താ പ്രശ്നം? അവൻ പറയാം, അതെ നമുക്ക് പോവാ സമയമായി, ഇനി 1 മണിക്കൂറും കൂടെ ഉള്ളൂ. അപ്പം തന്നെ വെള്ളിടി വെട്ടിയതുപോലെ ഹാർട്ട് ബീറ്റ് കൂടി, കൈയൊക്കെ തണുക്കാൻ തുടങ്ങി. ടെൻഷൻ എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തമില്ല. അപ്പോൾ ഈ പുള്ളി ടെൻഷൻ അടിച്ച് പാപങ്ങളൊക്കെ ആലോചിച്ച് ചിന്തിച്ച് അനുതാപം ഒന്നും വരുന്നില്ലെന്നേ. പലതവണ ശ്രമിച്ച് നോക്കി, ഒന്നും പുള്ളിക്ക് കിട്ടുന്നില്ല. ഇങ്ങനെ ചിന്തിച്ച് BP കൂടി പ്രഷർ അടിച്ച് നടന്ന് 1 മണിക്കൂർ കഴിഞ്ഞു. 1 മണിക്കൂറായപ്പനാ ആ പിശാച് വാക്ക് പാലിച്ചു. അനുദപിക്കാത്തവൻ എങ്ങോട്ട് പോവും? ബ്ലാക്ക് മാൻ്റെ പിന്നാലെ പോവല്ലേ? അതുപോലെ ഈ ചേട്ടൻ ആ തമ്പുരാൻ്റെ കൂടെ അല്ല, തിരിച്ച് പിശാച് അടിച്ചുകൊണ്ട് പോയി, ചിക്കനെ കൊണ്ടുപോയി. അപ്പോൾ ഇതുപോലെ നമ്മളും ആകാൻ സാധ്യതയുണ്ട്. അനുതാപം പിന്നെ വരുത്തിട്ട് കുറച്ചുകൂടി വയസ്സാകട്ടെ, ഈ അച്ഛൻ പള്ളിയിൽ നിന്ന് മാറട്ടെ. ഇത് കൊച്ചച്ഛനല്ലേ, എങ്ങനെ പറയും? നമ്മൾ തമ്മിൽ മച്ചാൻ ഭയങ്കര ക്ലോസ് റിലേഷൻഷിപ്പാണ്, എങ്ങനെ പോയി പാവങ്ങളൊക്കെ പറയും? മോശമല്ലേ എന്നൊക്കെ ചിന്തിച്ചിരിക്കരുത്. അത് ദൈവമാണ്, ഈശോ ആണ്. അല്ലെങ്കിൽ നമ്മൾ ഒരുപക്ഷെ ഈ ചേട്ടൻ്റെ അവസ്ഥയിലേക്ക് പോയാലോ? അതൊരിക്കലും പാടില്ല. നമുക്ക് ഈശോ പേരടുത്ത് തന്നെ പോകണം. കർത്താവിനെ ഇങ്ങനെ ഫേസ് ടു ഫേസ് നമുക്ക് കാണാൻ, ദൈവത്തോടൊപ്പം ജീവിക്കണം. അപ്പം അനുദപിക്കാൻ മടിക്കരുത്. അനുദപിച്ച് പാപം ഏറ്റു പറയാൻ അമാന്തിക്കുകയും ചെയ്യരുത്. ഓക്കെ, കഥ മറക്കരുത് കേട്ടോ. ആർക്കെങ്കിലും വീട്ടിൽ ആർക്കെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കണം. ഇനി ഒരു കുഞ്ഞു പരീക്ഷണമായാലോ? ഓക്കെ, ഒരു പരീക്ഷണം കാണിച്ചു തരാം. ഓക്കെ, വിചാരിക്കുക ഇത് നമ്മുടെ ഹൃദയം. ഓക്കെ, നമ്മുടെ ഹൃദയത്തിൻ്റെ ചിഹ്നം. ഓക്കെ, ഇത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ ഹൃദയത്തിൻ്റെ ഭാഗമാണ്. ഓക്കെ, ഈ ഹൃദയം. അപ്പം വിചാരിക്കാൻ ഇതിൻ്റെ പുറഭാഗം. ഓക്കെ, പുറഭാഗം ഹൃദയം ഓക്കെയാണ്. മറ്റുള്ളവർ നോക്കുമ്പോൾ നല്ല സിസ്റ്ററാണ്, നല്ല കൊച്ചാണ്, ഒരു പ്രശ്നമൊന്നുമില്ല, മിടുക്കിയാണ്, ക്ലീൻ പോലെ ഇരിക്കുന്നു. പക്ഷേ ഉള്ളിലുണ്ടല്ലോ, ഞാൻ പാപങ്ങളൊക്കെ ചെയ്യുമ്പോൾ, ഓക്കെ, ഞാൻ കുരുത്തക്കേട് കാണിക്കുന്നു, പള്ളിയിലൊന്നും പോകുന്നില്ല, അപ്പോൾ സിൻ. ഓക്കെ, പാപം വന്നു. ഓക്കെ, സിൻ എന്ന് പറഞ്ഞാൽ എന്താ? പാപം. തെറ്റ് ചെയ്യുമ്പോൾ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതാണ് പാപം. ഓക്കെ, ഞാൻ കുറച്ച് പാപങ്ങൾ ചെയ്യുന്നു. ഞാൻ അമ്മയും പപ്പയൊന്നും അനുസരിക്കുന്നില്ല, പള്ളിയിൽ പോകുന്നില്ല, ഞാൻ തെറി വിളിക്കുന്നു, അല്ലെങ്കിൽ കർത്താവ് പറയുന്നൊന്നും കേൾക്കുന്നില്ല, വഴക്ക്, ദേഷ്യം, വെറുപ്പ്, അസ്വസ്ഥത, അഹങ്കാരം, ഇങ്ങനെയൊക്കെ ഞാൻ പല പ്രശ്നങ്ങൾ ചെയ്യുവാണ്. ഓക്കെ, കുറച്ചുകൂടി നമുക്ക് വരയ്ക്കാം. ഞാൻ കുറച്ച് പാപങ്ങളൊക്കെ ചെയ്തു. ഓക്കെ, പാപങ്ങൾ ഉള്ളിൽ കുറേ കോംപ്ലിക്കേറ്റഡ് ആണ്. എനിക്ക് മാത്രം, അല്ലെങ്കിൽ തമ്പുരാന് മാത്രം അറിയാവുന്ന. പക്ഷെ പുറമേ നോക്കുമ്പോൾ ഒരു പ്രശ്നമില്ല, പക്ഷെ അകത്ത് നോക്കുമ്പോഴോ കുറേ പ്രശ്നങ്ങളാണ്. ഓക്കെ, ഇങ്ങനെ വെച്ച് ഞാൻ ജീവിക്കുവാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ കർത്താവിൻ്റെ അടുത്ത് വരുന്നു. ഓക്കെ, നമ്മുടെ വചനത്തിൽ പറയുന്ന എന്നാ മക്കളെ? വചനത്തിൽ സുഭാഷിതം 28, നമുക്കത് കണ്ടിട്ട് ഇതിലേക്ക് മടങ്ങി വരാം. സുഭാഷിതം 28:13 പറയുന്നത്, ഓക്കെ, 13 തെറ്റ് മറച്ചു വെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല. ഓക്കെ, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. ഓക്കെ, ഇതുപോലെ നമുക്ക് വേറെ ഉണ്ട്. യേശയ്യ 1:18 വരുവിൻ നമുക്ക് രമ്യതപ്പെടാം, നിന്റെ പാപങ്ങൾ എത്ര കടും ചുവപ്പാണെങ്കിലും
അത് മഞ്ഞ് പോലെ വെളുപ്പിക്കും. ഓക്കെ, അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ വെളുപ്പിക്കാൻ തമ്പുരാനേ പറ്റത്തുള്ളൂ. ജോയേൽ 2 അദ്ദേഹത്തിൽ പറയുന്നത് എന്താ? നിന്റെ വസ്ത്രമല്ല കീറേണ്ടത്, ഹൃദയമാണ് കീറേണ്ടത്. അപ്പോൾ നമുക്കിതുപോലെ വെളുപ്പിക്കണം. അകത്ത് ഒരു കളറും പുറത്ത് വേറൊരു കുപ്പായം ഇട്ട് മാസ്ക് ഇട്ട ജീവിതം നമുക്ക് വേണ്ട. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ വിശുദ്ധ കുമ്പസാരമാണ്. കുമ്പസാരത്തിൽ പോയി ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കുന്നു, എന്നെ തന്നെ ഒരു തുറന്ന പുസ്തകമാക്കി, കർത്താവേ ഇതാണ് ഞാൻ, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണേ, നമ്മൾ ഏറ്റു പറയുന്നു. ഓക്കെ, തമ്പുരാൻ എല്ലാം അറിയാം, നമ്മൾ എന്താണെന്ന്, നമ്മൾ ചിന്തയിലൂടെ എന്ത് പോകുന്നു എന്നുള്ളത് മണിമണിയായിട്ട് തമ്പുരാൻ അറിയാം. എങ്കിലും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഏറ്റു പറയുക, തമ്പുരാനോട് പറയുക. ധൂർത്തപുത്രന് അഭിഷേകം എപ്പോഴാണ് കിട്ടിയത് മക്കളെ? അവൻ 10 കൽപ്പനയും പൊട്ടിച്ച് അവൻ്റെ റൂട്ട് അനുസരിച്ച് ജീവിച്ച് പിന്നെ എപ്പോഴോ തോന്നിയിട്ട് ഞാൻ തെറ്റ് ചെയ്തു പോയി, പപ്പയ്ക്കെതിരെ തെറ്റ് ചെയ്ത്, സ്വർഗത്തിൽ അപ്പനെതിരെ തെറ്റ് ചെയ്ത്, ഞാൻ തിരിച്ചു പോയി പപ്പയോട് പറയാൻ, ഞാൻ ഒരു പുത്രനുള്ള സ്ഥാനത്ത് പോലും നിൽക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല, എൻ്റെ അപ്പ എന്നോട് ക്ഷമിക്കണേ. ആ ചിന്ത വന്നപ്പോൾ അവൻ ആ പന്നിക്കൂട്ടിലെ പാത്രം വിട്ട് അവൻ എണീറ്റ് നടക്കാൻ തുടങ്ങി. വീട്ടിൽ വന്നപ്പോൾ എന്നാ ചെയ്ത്? പപ്പയാണ് ആദ്യം കാണുന്നത്, കാത്തിരിക്കുന്നവനാണ് ആദ്യം കാണുന്നത്. അപ്പോൾ പപ്പ കാണുന്നു മകൻ ഇത് കീറിപ്പറഞ്ഞ ഡ്രസ്സും ഭയങ്കര പന്നിക്കുട്ടിയിൽ നിന്ന് വരുമ്പോൾ ഉള്ള സ്മെല്ലില്ലേ, അതുമായിട്ട് വരുവാണ്. പക്ഷെ അപ്പൻ അതൊന്നും കുഴപ്പമില്ല, ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. അവൻ തുടങ്ങിയതേ ഉള്ളൂ, അപ്പ ഞാൻ തെറ്റ് ചെയ്തു പോയി, ലാലല ലലല എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അപ്പം കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. മക്കളെ, അവനുള്ള ഭക്ഷണം റെഡിയാക്ക്, ഗോദ്രേജ് കബേർഡിലിരിക്കുന്ന സ്വർണ്ണ മോതിരവും വളയും ഒക്കെ എടുത്തിട്ട് വായോ, ഉപ്പായം റെഡിയാക്ക്. കണ്ടോ, അപ്പൻ്റെ ചിന്ത നമ്മളെ കേൾക്കണമല്ല, പക്ഷെ നമ്മൾ അടുത്ത് ഓടിപ്പോകുന്നത് ഇഷ്ടമാണ്. ഡീട്ടില്ലേ? അതുപോലെ കുമ്പസാരിക്കുമ്പോൾ നമ്മളിതാ പോന്നു. ഓക്കെ, നമ്മുടെ ജീവിതം നമ്മളിതിലേക്ക് ഇടുന്നു. മക്കളെ നോക്കി വായോ, നോക്കി ഇതിൽ കാണാൻ പറ്റും നമ്മുടെ അകത്തിരുന്ന ഹൃദയത്തിലെ എല്ലാ സംഭവങ്ങളും പുറത്ത് വന്നു. ഓക്കെ, അപ്പോൾ ദൈവത്തിൻ്റെ പ്രകാശത്തിൻ്റെ മുമ്പിൽ നമ്മൾ നോക്കുമ്പം എൻ്റെ കൂട്ട, നമ്മളുടെ പാപങ്ങൾ നമ്മൾ എന്തൊക്കെ ഉള്ളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വളരെ വ്യക്തവും കൃത്യമായിട്ട് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒഴിച്ചു, നമ്മളിങ്ങനെ നമ്മളെ പാപങ്ങളെല്ലാം തമ്പുരാൻ്റോട് ഏറ്റു പറഞ്ഞ് ശുദ്ധീകരിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ തമ്പുരാൻ നമ്മളെ കുളിപ്പിച്ച് വെളുപ്പിച്ച് സെറ്റാക്കും. ഓക്കെ, ഇനി നമുക്ക് പതിയെ ഇതങ്ങ് പൊക്കിയെടുക്കാവേ. ഓക്കെ ആയോ? അയ്യോ, 2 ഹൃദയം കണ്ടോ? നമ്മുടെ അകത്ത് നേരത്തെ ഉണ്ടായിരുന്ന പാപക്കറകളെല്ലാം തമ്പുരാൻ വെളുപ്പിച്ച് അകവും പുറവും വൃത്തിയാക്കി വെടിപ്പാക്കി മാറ്റി. ഇതുപോലെയാണ് മക്കളെ നമ്മുടെ ഹൃദയം. ഇത് വേറെ ഒരിടവും വെളുക്കത്തില്ല. തമ്പുരാൻ്റെ അടുത്ത് പോകുമ്പോൾ ദൈവം നമ്മളെ വെളുപ്പിച്ച് കുളിപ്പിച്ച് നോക്കിയേ സുന്ദരമാക്കി തരും. ഇതാണ് വിശുദ്ധ കുമ്പസാരം. ഓക്കെ, പിടികിട്ടിയല്ലോ? അപ്പം അതുകൊണ്ട് എത്രമാത്രം ഓടി പോകാൻ പറ്റുമോ പോണം. വെളുപ്പിച്ച് ക്ലീനാക്കി പക്കയാക്കി ഗ്രേസ്ഫുള്ളാക്കി ദൈവം വിടും. ഇനി എൻ്റെ കൂട്ടം നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മൾ സാധാരണ നമ്മൾ പറയും, നമുക്കറിയാം ദൈവത്തിന് അസാധ്യമായി ഒന്നും ഇല്ല. എന്തെങ്കിലും അസാധ്യമായിട്ടുണ്ടോ? ഇല്ല, അല്ലേ? ഉദാഹരണത്തിന് നമ്മൾ തുടക്കത്തിൽ ഉൽപ്പത്തി പുസ്തകം 18-14 പറയുന്നത് കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? ഇനി പുതിയ നിയമത്തിലോട്ട് വന്നേ. പുതിയ നിയമത്തിൽ വീണ്ടും നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണും, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ദൈവം വിടുകയില്ല. വീണ്ടും നമ്മളെ ഏത് വചനമാണ്? ഏശയ്യ 59:1 വീണ്ടും കാണും, രക്ഷിക്കാൻ കഴിയാത്ത വിധം അവിടത്തെ കരം കുറുകിപ്പോയിട്ടില്ല. എന്ന് വെച്ചാൽ കർത്താവിന് എല്ലാം സാധ്യമാണ്. ഇനി ലൂക്ക 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. അപ്പം എന്ന് പറഞ്ഞാൽ ഈ വചനങ്ങളിലൂടെയൊക്കെ പറയുന്നത് തമ്പുരാൻ അസാധ്യമായിട്ടൊന്നുമില്ല. ഏത് പ്രശ്നത്തിനും ഒരു സൊല്യൂഷൻ അപ്പൻ്റെ മുമ്പിലുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ സിസ്റ്റർ പറയുവാണ് തമ്പുരാന് കഴിയാത്ത 5 കാര്യങ്ങളുണ്ട്. ഓക്കെ, ഈശോയ്ക്ക് കഴിയാത്ത 5 കാര്യങ്ങൾ പറയട്ടെ. 5 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറയട്ടെ. അപ്പന് പറ്റില്ല. സ്വർഗത്തിലെ പപ്പയ്ക്ക് ആ കാര്യത്തിൽ ഇച്ചിരി ബാക്ക്വേർഡാണ്. പറയട്ടെ. ഒന്നാമത്തത്, ദൈവത്തിന് വിശ്വസ്തനല്ലാതിരിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അവിശ്വസ്തനാകാൻ പറ്റില്ല. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ, അതായത് നമ്മൾ ഈ എഗ്രിമെൻ്റ് ഇല്ലേ, ബോണ്ട്,
ഒരു കാര്യം, ഞാൻ നിങ്ങളെ സഹായിക്കും, സംരക്ഷിക്കും, ഞാൻ കൂടെ നടക്കും എന്ന് പറഞ്ഞാൽ കർത്താവ് ഒരു എഗ്രിമെൻ്റ് ചെയ്തു. അത് ദൈവം മരണം എന്ന് വെച്ചാൽ ഞാൻ കർത്താവിന് മരണമില്ല, ആദ്യവും അന്തവും ദൈവമാണ്, അവസാനം വരെ ദൈവം പാലിക്കും. അവിശ്വസ്തനാകാൻ ദൈവത്തിന് പറ്റില്ല. ഓക്കെ, ഞാൻ അവിശ്വസ്തത കാണിക്കും, ഞാൻ ഇന്ന് ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കും. പക്ഷേ ദൈവം അങ്ങനെയല്ല. ദൈവ സ്നേഹമാണെന്ന് പറഞ്ഞാൽ സ്നേഹമാണ്, ഇന്നലെയും ഇന്നും നാളെയും അതാണ്. കർത്താവ് നിന്നെ കാത്തുകൊള്ളും എന്ന് പറഞ്ഞാൽ ആണ്, അതിൽ അവിശ്വസ്തത കാണിക്കില്ല. ഓക്കെ, രണ്ടാമത്, കർത്താവ് ഒരിക്കലും നമ്മളെ ഒറ്റപ്പെടുത്തില്ല, അനാഥനായി വിടുകയില്ല. ഒക്കെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നേരത്തെ സിസ്റ്റർ പറഞ്ഞായിരുന്നു, ഞാൻ നിങ്ങളെ അനാഥനായി വിടുകയില്ല, ഒറ്റയ്ക്ക് വിടുകയില്ല. ധൂർത്തപുത്രൻ്റെ കഥ എടുത്ത് നോക്കിക്കേ അല്ലേ, തിരിച്ചു വന്നപ്പം ചേർത്ത് കെട്ടിപ്പിടിച്ച്, അന്ന് വരെ അവൻ മോതിരം ഇട്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല, പക്ഷെ അതിനുശേഷം അവന് മോതിരം കിട്ടി, ഉടുപ്പ് കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ദൈവം അനാഥനായി വിടുകയില്ല. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം, ദൈവത്തിൻ്റെ ചിന്തയിൽ നിന്ന് നമ്മളെ ഒഴിവാക്കില്ല. ഓക്കെ, ദൈവത്തിൻ്റെ ചിന്തയിൽ നമ്മളെപ്പോഴും ഉണ്ടായിരിക്കും. ഇനി അടുത്തത്, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ മാറ്റിവെക്കാൻ പറ്റില്ല. ഓക്കെ, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ മാറ്റിവെക്കാൻ പറ്റില്ല. അപ്പം ഒന്നാമത്തെ കാര്യം എന്താണ്? ദൈവം ഉടമ്പടിയിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കത്തില്ല. ദൈവം രണ്ടാമത്തത്, പാപിയെ സ്നേഹിക്കുന്നു, പാപത്തെ വെറുക്കുന്നു. അനുദപിക്കുന്ന ഒരു കുഞ്ഞിനെ ചേർത്ത് പിടിക്കും, പാപിയെ ചേർത്ത് പിടിക്കും. അത് എന്നായാലും 1 കൽപ്പനയും 10 കൽപ്പനയും പൊട്ടിച്ചു പോയാലും കർത്താവ് ചേർത്ത് പിടിക്കും. ദൈവത്തിൻ്റെ അടുത്ത് അനുതാപത്തോടെ പോവുക. മൂന്നാമത്തത്, അനാഥനായി വിടുകയില്ല. 4, ദൈവത്തിൻ്റെ ചിന്തയിൽ നിന്ന് നമ്മളെ മാറ്റിവെക്കത്തില്ല. 5, ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മളെ ഒഴിവാക്കില്ല. ഉണ്ടോ? ഇത് തമ്പുരാന് അസാധ്യമാണ്, പറ്റില്ല. ദൈവത്തിന് നമ്മൾ ഒരിക്കലും ഒഴിവാക്കില്ല മക്കളെ. അപ്പോൾ ഒന്നും കൂടി സിസ്റ്റർ ബ്രീഫ് ചെയ്യട്ടെ. ഒന്നും കൂടി ബ്രീഫ് ചെയ്യാം. ഇന്ന് നമ്മൾ സംസാരിച്ചത് എന്തിനെ പറ്റിയാ? ഏത് ടോപ്പിക്കിനെ പറ്റിയാ നമ്മളൊന്ന് സംസാരിച്ച്? കുംഭസാരം അല്ലേ? കുംഭസാരത്തിലെ സിസ്റ്റർ തുടങ്ങിയത് എങ്ങനെയാ? സാധാരണഗതിയിൽ ചില ക്രിസ്ത്യാനികൾക്ക്, കത്തോലിക്ക വിശ്വാസികൾക്ക് ഒരു ചിന്തയുണ്ട്, എപ്പോഴും കുമ്പസാരിക്കാൻ പോകണോ, അതിൻ്റെ ആവശ്യമുണ്ടോ, അച്ഛൻ്റെ മുമ്പിൽ പോയി പറയുന്നത് നാണക്കേടല്ലേ, അച്ഛൻ എന്ത് വിചാരിക്കും എന്ന തോന്നലൊക്കെ ഉണ്ട്. അപ്പം അതിനെ സാധൂകരിച്ചുകൊണ്ട് സിസ്റ്റർ ഒരു കഥ പറഞ്ഞു തന്നു. ഗുരുജിയുടെ അടുത്ത് പോയ വലിയ പാറക്കല്ല്, വലിയ പാപം ചെയ്തു പോയാനും ചെറിയ അല്ലറ ചില്ലറ ഇച്ചിരി കുറ്റം പറഞ്ഞു, ഇച്ചിരി വിധിച്ചു, ഇത്തിരി അഹങ്കരിച്ചു, ഇത്തിരി കുഞ്ഞു പ്രശ്നങ്ങൾ. പക്ഷെ അതിൻ്റെ അവസാനം എന്താ പറഞ്ഞത്? വലിയ പാപം ചെയ്തവന് നല്ല കുറ്റബോധമുണ്ട്, ചെറിയ പാപം ചെയ്തതിന് ഒരു ഐഡിയയും ഇല്ല. ഓക്കെ, അപ്പോൾ അത് കൂട്ടി വെക്കാതെ നമ്മൾ കൂടെ പോയി കർത്താവിനോടത്ത് ഏറ്റുപറയുക. അല്ലെങ്കിൽ നമ്മൾ നീതീകരിക്കും, നമ്മൾ നീതിമാന്മാരാണെന്നുള്ളൊരു തോന്നൽ നമുക്ക് തന്നെ കിട്ടും. ഓക്കെ, പിന്നെ എന്ത് സിസ്റ്റർ പറഞ്ഞു തന്നു? കുമ്പസാരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ സിസ്റ്ററിൻ്റെ ഉടുപ്പുമായിട്ട് ഉപമിച്ചു അല്ലേ? അപ്പോൾ ഉടുപ്പിൽ കറകളൊക്കെ വീണാൽ പിന്നെ ഞാൻ അത് ഇട്ടുകൊണ്ട് പോകത്തില്ല, അതിനെ മാറ്റി വയ്ക്കും. പക്ഷെ അതിനെ വൃത്തിക്ക് അലക്കിയെടുത്താൽ വീണ്ടും കുട്ടപ്പിയായി സമൂഹത്തിന് മുമ്പിൽ ഇട്ടുകൊണ്ട് പോകും. ഇതുപോലെ നമ്മുടെ ഹൃദയമാണ് കറപിടിക്കുന്നത്, ആത്മാവാണ് പഞ്ചറായി തീരുന്നത്. അങ്ങനെ ആകാതിരിക്കാൻ എന്ത് ചെയ്യണം? നമ്മളതിനെ കുളിപ്പിച്ച് വെളുപ്പിച്ച് വിശുദ്ധമാക്കണം. അതിന് പറ്റിയത് കുമ്പസാരമാണ്. കുമ്പസാരക്കൂട്ടിൽ പോയി കർത്താവിൻ്റെ ചെവിയിൽ നമ്മുടെ പാപങ്ങളൊക്കെ പറയുമ്പോൾ വീണ്ടും ഇതുപോലെ നേരത്തെ വെച്ചതുപോലെ നമ്മൾ ക്ലീൻ പക്കയാക്കി ദൈവം തരും. ഓക്കെ, വെളുപ്പിക്കാൻ അതേ ഉള്ളൂ നമുക്ക് മാർഗം. വിശുദ്ധമായിട്ട് ജീവിക്കാനും നമുക്ക് കുറച്ച് കൂടുതൽ കൃപയിൽ നിറയാനും തമ്പുരാൻ ഇടപെടാനും ഒക്കെ അത് നമ്മളെ സാധിക്കും. ഓക്കെ, പിന്നെ സിസ്റ്റർ എന്ത് പറഞ്ഞു? കുറച്ച് വചനങ്ങൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചായിരുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 28:13, ജോയൽ 2:13, ഏശയ്യ 1:59, പിന്നെ ഏശയ്യ 18:1. ഓക്കെ, ഏശയ്യല്ലേ? ഏശയ്യ 18:1, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. അത് മറ്റത് രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. ഇതുപോലുള്ള വചനം എന്ന് വെച്ചാൽ നമ്മൾ എപ്പം പോയാലും 24/7 കർത്താവ് റെഡിയാണ് നമ്മളെ സ്വീകരിക്കാനും കാണാനും കേൾക്കാനും. ദൈവം അവൈലബിൾ ആണ്. ഓക്കെ, ഫ്രീ ആണ്. അത് നമ്മൾ പഠിച്ചു. നമ്മൾ പറയുമ്പോൾ നമ്മൾ വെടിപ്പുള്ളവരായി മാറുന്നു. പിന്നെ അവസാന സിസ്റ്റർ പറഞ്ഞായിരുന്നു, ദൈവത്തിന് അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇല്ല.
എല്ലാം സാധ്യമാണ്. എന്നാൽ കർത്താവിന് സാധ്യമല്ലാത്ത 5 കാര്യങ്ങൾ സിസ്റ്റർ സൂചിപ്പിച്ചായിരുന്നു. ഉടമ്പടി ഒരിക്കലും ബ്രേക്ക് ചെയ്യില്ല, നമ്മളെ ഒഴിവാക്കില്ല, നമ്മളെ സ്നേഹിക്കും, ദൈവത്തിൻ്റെ ചിന്തയിൽ നിന്ന് നമ്മളെ മാറ്റിവെക്കത്തില്ല, അനുദപിക്കുന്ന പാപിയെ ചേർത്ത് പിടിക്കും, അതെന്നായാലും ദൈവം ചെയ്യും. പിന്നെ എന്താ, നമ്മൾ ഒറ്റപ്പെടുത്തില്ല. അങ്ങനെ 5 കാര്യങ്ങൾ സിസ്റ്റർ പറഞ്ഞു. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ എൻ്റെ മക്കളെ, ഒരു ഡൗട്ടും വേണ്ട, ഒരു പ്രീ തിങ്കിങ്ങും വേണ്ട. കുമ്പസാരത്തിന് അച്ഛൻ അവൈലബിൾ ആണോ? വേഗം പ്രാർത്ഥിച്ച് മനസ്താപരണം കുമ്പസാര ജപം ചൊല്ലി ഒരുങ്ങണം. വേഗം പോയി കർത്താവിൻ്റെ മുമ്പിൽ ഒരു തുറന്ന പുസ്തകം പോലെ അച്ഛൻ്റെ മുമ്പിൽ പോയി പാപങ്ങൾ ഏറ്റുപറയുക. വെടിപ്പും വൃത്തിയും ശുദ്ധിയും ഒക്കെ ഉള്ള മക്കളായി നമുക്ക് വളരാം. ഓക്കെ, അങ്ങനെ അഭിഷേകം കൊണ്ട് നടക്കുന്ന മകനും മകളും ആകട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.